ഡീസലിന്റെ ഹാർട്ട് കട്ട് ഇച്ചിരി ഇഞ്ചക്ടേഴ്സിന് പ്രശ്നമാണ്. സ്റ്റേജ് 2 റീമാപ്പ് ഫുൾ സിസ്റ്റം ഡീസൽ എക്സോസ്റ്റ് ഉള്ള ഒരു ഡീസൽ റോക്കറ്റ്. അങ്ങനെ ഒട്ടും പവർ ഇല്ലാണ്ടായി ഒരു നാച്ചുറലി ആസ്പിറേറ്റഡ് വണ്ടി ഓടിക്കുന്നു അല്ലേ. ഒറിജിനൽ വീൽ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വണ്ടിക്ക് ചേരാത്ത വീൽ ഇട്ടിട്ട് കാര്യമില്ല കേട്ടോ. അത് വേറൊരു കാര്യം. ഓൾമോസ്റ്റ് 550 NM ആണ്. 550 NM അവർക്കുണ്ട്. നന്നായിട്ട് ഫീലിംഗ് ചെയ്യുന്നു. ഹലോ, ഇന്ന് നല്ലൊരു പണി കിട്ടി. എൻ്റെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. ആൻഡ് അതിൻ്റെ ഒരു സിറ്റുവേഷൻ നോക്കണ്ട, ഭയങ്കര ചീത്തയാ. ഇത് ഇന്ന് തന്നെ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നല്ല കുറച്ച് നാളായിട്ട് ഇഞ്ചക്ടേഴ്സ് വീക്കായിരുന്നു. ഇപ്പോൾ ഒന്നൊന്നായിട്ട് സാധാരണ മാറ്റേണ്ട വരുള്ളൂ. പക്ഷെ എൻ്റെ കേസിൽ ഇത് 4 ഒരുമിച്ച് മാറേണ്ട വരും. 4 ഒരുമിച്ച് മാറണമെന്ന് പറഞ്ഞാൽ വലിയൊരു ചെലവും ചടങ്ങും പിടിച്ചൊരു പരിപാടിയാണ്. ചടങ്ങില്ല, ചെലവ്. സോ സൂര്യ ഡീസൽസ് വന്നേക്കുക, അത് ഒന്ന് സോർട്ട് ചെയ്യാനായിട്ട് എന്തായാലും 4 റീപ്ലേസ് ചെയ്യണം. എന്താ കാരണം എന്നൊന്നും അറിയില്ല. ഡീസലിന്റെ ഹാർട്ട് കട്ട് ഇച്ചിരി ഇഞ്ചക്ടേഴ്സിന് പ്രശ്നമാണ്. പ്രത്യേകിച്ച് 1,40,000 കിലോമീറ്റർ ഓടി വണ്ടിക്കൊന്നും ഒത്തിരി ഇഞ്ചക്ടേഴ്സിന് സ്ട്രെസ് ചെയ്യാണ്ട് നിങ്ങൾ മാപ്പ് ചെയ്ത് യൂസ് ചെയ്യണം. അപ്പോൾ നല്ലൊരു ചെലവിലേക്ക് ഇത് പോകും അല്ലെങ്കിൽ. അപ്പോൾ ഇതങ്ങനെ നടക്കുക. നല്ല വിഷമമുണ്ട്. ഈ വിഷമത്തേക്കിടെ നിങ്ങളെ കൊണ്ടുപോകത്തില്ല. സോ ഇതിപ്പം റെഡി ആവുകയാണെങ്കിൽ വിൽ ടേക്ക് ദിസ് കാർ. നമുക്ക് കുറച്ച് ഇവന്റ്സ് ഉണ്ട്. അല്ലെങ്കിൽ 2 days ബിഫോർ ദ ഡേ A4 B9 ഡീസൽ. ചുമ്മാ ഡീസൽ അല്ല, ഇറ്റ്സ് സ്റ്റേജ് 2 റീമാപ്പ് ഫുൾ സിസ്റ്റം ഡീസൽ എക്സോസ്റ്റ് ഉള്ള ഒരു ഡീസൽ റോക്കറ്റ്. ഇതിന്റെ ഒരു ഡീറ്റെയിൽ വീഡിയോയും വരുന്നുണ്ട്. സോ ഇതിന്റെയൊക്കെ ഈ വീഡിയോസ് എടുക്കുമ്പോൾ ഈ ക്യാമറ കാറായിട്ടും റോളിങ്സ് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന എൻ്റെ വണ്ടി തന്നെയാണ് എപ്പോഴും. അപ്പൊ ഇന്ന് അത് കിട്ടിയില്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്കൂട്ടറോ എന്തെങ്കിലും വേറെ വണ്ടി ഒപ്പിക്കണം. ഞാനിപ്പോൾ സൂര്യ ഡീസൽസിലാണ് ഇഞ്ചക്ടർ റീപ്ലേസിങ് പ്രൊസീജിയർ അവിടെ നടന്നുകൊണ്ടിരിക്കുക. ഈ 1.5 TDI ഓണേഴ്സിന്റെ ഒരു പേടി സ്വപ്നമാണ് ഇഞ്ചക്ടേഴ്സ്. അത് സാധാരണ ഒരു 1 lakh കഴിയുമ്പോഴേക്കും ഒരെണ്ണം വെച്ച് പോകും. പക്ഷെ ഇൻ ദിസ് കേസ് ഞാൻ എനിക്ക് മുന്നേ അത്യാവശ്യം മാപ്പ് ചെയ്താണല്ലോ 1,40,000 ഓടിച്ചത്. എന്തായാലും ഇഞ്ചക്ടർ പോകുന്നതിൽ കുറ്റം പറയാനില്ല. പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 4 ഒരുമിച്ച് മാറേണ്ട അവസ്ഥയിലെത്തി. കാരണം ഒന്ന് പോയപ്പോൾ ഞാൻ അതിന്റെ സോളിനോട് മാത്രം മാറ്റി, പിന്നെ അതും ഇതൊക്കെ ചെയ്തു. പവർ തീരെ കുറഞ്ഞപ്പോൾ ഞാൻ ഒരു ക്ലാറ്ററിങ് വന്നപ്പോൾ ക്ലാറ്ററിങ്ങിൽ നമുക്ക് ഓടിക്കാൻ ഭയങ്കര ഡിസാറ്റിസ്ഫാക്ഷനാണ്. അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. സ്മൂത്ത്നെസ് പോയി കഴിഞ്ഞാൽ ഡീസൽ എഞ്ചിൻ ഭയങ്കര ലോറി സൗണ്ടാണ്. അപ്പം ഞാൻ പറഞ്ഞു ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ക്ലീൻ ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ ഒന്ന് ഇഞ്ചക്ടേഴ്സ് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്തു. ക്ലീൻ ചെയ്തപ്പോൾ വീക്കായിരുന്ന ഇഞ്ചക്ടേഴ്സ്, ഓൾറെഡി 4 ഇഞ്ചക്ടേഴ്സും വീക്ക് സ്പ്രേ ആയിരുന്നു. വീക്കായിരുന്ന ഇഞ്ചക്ടേഴ്സിന്റെ വീക്ക്നെസ് എടുത്തു കാണിച്ചു. അങ്ങനെ ഒട്ടും പവർ ഇല്ലാണ്ടായി ഒരു നാച്ചുറലി ആസ്പിറേറ്റഡ് വണ്ടി ഓടിക്കുന്നു അല്ലേ. അപ്പോൾ ഇഞ്ചക്ടർ അടിച്ചു പോയിട്ടില്ല ഇപ്പം 4 മാറ്റണേ. അതുപോലെ വീക്കായിട്ട് എഞ്ചിൻ പെർഫോം ചെയ്യാൻ തുടങ്ങി. ഇപ്പം നമുക്ക് ഓടിക്കാൻ വരെ നമുക്ക് പറ്റാണ്ടാവും. അപ്പൊ 4 മാറ്റണം എന്നുള്ളൊരു ഡിസിഷനിലെത്തി. 4 പുതിയ ഇഞ്ചക്ടർ 4 വാങ്ങുമ്പോൾ ഇൻ കേസ് ഓഫ് ന്യൂ ഓൾമോസ്റ്റ് 1,60,000 rupees ആവും. ഒരു 38,000 പ്ലസ് GST ആണ് ഒരു ഇഞ്ചക്ടറിന്. അപ്പൊ തൽക്കാലം ഞാൻ എന്ത് ചെയ്തു, ഒരു നല്ല 4 യൂസ്ഡ് ഇഞ്ചക്ടേഴ്സ് ആയിട്ട് സ്വാപ്പ് ചെയ്തു. ആൻഡ് ഇൻ ഫ്യൂച്ചർ പുതിയത് മേടിക്കാം. 4 യൂസ്ഡ് ആണെങ്കിലും ഫ്രാക്ഷൻ ഓഫ് പ്രൈസ് ഒന്നും അല്ല. ഇച്ചിരി അത്യാവശ്യം യൂസ്ഡ് മേടിക്കാൻ അത്യാവശ്യം കാശ് കൊടുക്കണതിന് ഓൾമോസ്റ്റ് 13,000-14,000 ആവും ഒരു ഇഞ്ചക്ടറിന്. ഒരിക്കലും ചൈനീസ് ഇഞ്ചക്ടർ പുതിയത് മേടിച്ച് വെക്കരുത്. അതിലും ഭേദം ഈ ഓപ്ഷനാണ്. അല്ലെങ്കിൽ ഏറ്റവും നല്ലത്, ഏറ്റവും അഡ്വൈസബിൾ പുതിയത് വെക്കുക. കാശുണ്ടെങ്കിൽ ഏറ്റവും ചെയ്യേണ്ട കാര്യം അത് തന്നെയാണ്. പക്ഷെ തൽക്കാലം ഞാൻ ഇപ്പോൾ എൻ്റെ ഒരു അവസ്ഥയിൽ ഇതാ ചെയ്യുന്നത്. പിന്നെ ഒരിക്കലും ക്ലീൻ ചെയ്യരുത് വീക്കായിരിക്കുന്ന ഇഞ്ചക്ടേഴ്സിനെ. എനിക്ക് വേണമെങ്കിൽ 1 മാറിക്കഴിഞ്ഞാൽ എൻ്റെ ഇഷ്യൂ സോർട്ടഡ് ആയേനെ. ഞാനത് 4 ഒഴിച്ച് ക്ലീൻ ചെയ്തുകൊണ്ടാണ് 4 ഒരുമിച്ച് മാറേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇപ്പം എത്തിയത്. പക്ഷെ ഇപ്പം ഇഞ്ചക്ടറിന്റെ പരിപാടി ഇവിടെ നടക്കട്ടെ. നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകാം. നമ്മൾ അഡ്ഗരാജിലെത്തി. ഇവിടെ കുറച്ച് വീൽസ്, കുറച്ച് എക്സ്ക്ലൂസീവ് വീൽസ് വന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് കാണാം. അതിൻ്റെ അകത്ത് ഒരു പെർട്ടിക്കുലർ വീല് മിക്കവാറും ഞാൻ എടുക്കും. Street 7 Finds എന്ന് ആണ് ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജ്. ഇവിടെ ഒറിജിനൽ OG എക്സ്ക്ലൂസീവ് വീൽസിന്റെ ഒരു കളക്ഷൻ തന്നെ ഇവർക്കുണ്ട്. സോ ഇവിടെ കാണാം നമുക്ക് TSW, OZ, BMW ഒറിജിനൽ യൂസ്ഡ് എല്ലാം തന്നെ, ഫ്ലോഫോം, ഫോഴ്സ്, ഒറിജിനൽ, കാസ്റ്റ് എല്ലാ വീൽസും ഉണ്ട്. നിങ്ങൾക്കറിയായിരിക്കും എനിക്കൊരു ഓൺലൈൻ സ്റ്റോർ ഉണ്ട്, ദ റിം റൂം. നമ്മൾ അസോസിയേറ്റ് ചെയ്ത് കുറച്ച് വീലിന്റെ പരിപാടി ചെയ്യുന്നുണ്ട്. ഈ Street 7 Findsന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുറച്ച് എക്സ്ക്ലൂസീവ് വീൽസ്, എപ്പോഴും എല്ലാവരും കാണുന്ന GTR പ്രോയുടെയും അങ്ങനത്തെ വീൽസും അല്ല അവർ ഡീൽ ചെയ്യുന്നത്. സോ ദീസ് ആർ ഒറിജിനൽ TSW, BBS, OZ, ഓഡിയുടെ ഒക്കെ യൂസ്ഡ് എല്ലാം ഉണ്ട്. ഞാൻ ഈ വീൽസിന്റെ ഒക്കെ ഒരു ഡെഡിക്കേറ്റഡ് റീൽ ഷൂട്ട് ചെയ്യാൻ പോകും. അതിന് വേണ്ടിയിട്ട് കഴിക്കൊണ്ടിരിക്കുന്നത്. ഒറിജിനൽ BBSും OZ, TSW വീൽസ് ഒക്കെ ഇടുമ്പോൾ തന്നെ പ്രത്യേകത നമ്മുടെ ബിൽഡ് ഭയങ്കരമായിട്ട് എക്സ്ക്ലൂസീവ് ആയിട്ട് എടുക്കും. ഒരു വണ്ടിയിലേക്ക് മാക്സിമം എന്തോരം പണിയണം എന്നുള്ളതല്ല, അത് അതിന്റെ എക്സ്ക്ലൂസിവിറ്റിയും പിന്നെ ഒറിജിനൽ വീൽ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വണ്ടിക്ക് ചേരാത്ത വീൽ ഇട്ടിട്ട് കാര്യമില്ല കേട്ടോ. അത് വേറൊരു കാര്യം. ഞാൻ നിങ്ങളൊരു റൂമിൽ കൊണ്ടുപോകാം.
ഓൾ എന്തൂസിയാസ് ഫേവറേറ്റ് ഒറിജിനൽ വീൽസ്. എനിക്ക് ഒരു നല്ല കണ്ടന്റ് വേണമായിരുന്നു റീലിന്. അപ്പൊ ഞാൻ എൻ്റെ അടുത്ത ഫ്രണ്ട്സിനെ ഒക്കെ വിളിച്ച് ചോദിക്കും ഏത് വണ്ടിയാ ബാക്കിയുള്ള ചെയ്യാന്നൊക്കെ. അപ്പോൾ ആദിത്യനെ എന്നെ വിളിച്ച് ചോദിച്ചപ്പോൾ ആദിത്യ പറയാ എൻ്റെ വണ്ടി ഇല്ലേന്ന്. അങ്ങനെയാണ് ആദിത്യയുടെ വണ്ടി സ്ഥിരമായിട്ട് പണ്ടുപോലെ ഇതിന്റെ ബില്ലിലൊക്കെ നമ്മൾ ടേക്ക് പാർട്ട് ചെയ്തിട്ടുണ്ട്. വീൽസും ഇടുന്നെടുത്ത, അതുപോലെ സ്റ്റിയറിംഗ്, പല പല കാര്യങ്ങൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇൻവോൾവ് ആയിരുന്നു. പക്ഷെ മറന്നുപോയി ആക്ച്വലി. അതാണ് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്നത്. സോ ഇപ്പോ ആദ്യം ഒരു പെട്രോൾ ഹെഡ് ആയിരുന്നു കേട്ടോ. അങ്ങനെയാണ് ആദിത്യയുടെ ഡീസൽ A4 ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ കൊണ്ടുപോകാം. പിന്നെ A4 ഞാൻ സ്പെസിഫിക്കലി എടുക്കുമല്ല, എന്തൊക്കെയാണ് നമുക്ക് പോസിബിലിറ്റി ഉള്ള ഒരു ഡീസൽ കാറിൽ അല്ലെങ്കിൽ നമ്മളൊരു ഡീസൽ ഓഡിയിൽ ഒരു സ്റ്റാർട്ടർ പാക്ക് എന്നുള്ള രീതിയിൽ പെർഫോമൻസ് അപ്ഗ്രേഡ്സ് ഒക്കെ ചെയ്യാം. അത് ഡീസൽ ഓഡിക്ക് മാത്രമല്ല, ഈവൻ 3 സീരീസിലും C ക്ലാസ്സിലും E ക്ലാസ്സിലും 5 സീരീസിലും ഒക്കെ ബാധകമാണ്. ഒരു ബേസിക് ഒരു എൻട്രി ലെവൽ പ്രീമിയം കാർ എന്നുള്ള രീതിയിൽ. സോ ഇതൊരു സ്റ്റേജ് 2 റോസ് പെർഫോമൻസിന്റെ റീമാപ്പിലാണ് വണ്ടി ഉള്ളത്. ഡൗൺ പൈപ്പ് ആൻഡ് ഫുൾ സിസ്റ്റം എക്സോസ്റ്റ് ഉണ്ട്. DSC TCU മാപ്പ് ഉണ്ട്. വെരി ടോർക്കി, ഓൾമോസ്റ്റ് 550 NM ആണ്. 550 NM ടോർക്ക് ഉണ്ട്. അത് നന്നായിട്ട് ഫീലും ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ഈ 2 ലിറ്ററിന്റെ പീക്ക് 2 ലിറ്ററിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും പവർഫുൾ എഞ്ചിൻ തന്നെയാണ് ഡീസലിന്റെ കാര്യത്തിൽ. ഈ ഓഡിയുടെ എഞ്ചിൻ വെരി വെരി ടോർക്കി, വെരി ക്വിക്ക്. അപ്പോൾ ഈ A4 ഇപ്പോൾ ഇന്റീരിയർ വൈസ് ആണെങ്കിലും ഇവിടെ എല്ലാം വുഡൻ ട്രിംസ് ആയിരുന്നു. അവനതൊരു ബ്യൂട്ടിഫുൾ കാർബൺ ഡിപ്പ് ചെയ്തു. ഇപ്പോൾ ഒറിജിനൽ കാർബൺ ഫൈബർ പോലെ ഉണ്ടല്ലോ. പിന്നെ ഈ സ്റ്റിയറിംഗ് ഒക്കെ ചായക്കാശിന് കിട്ടും കേട്ടോ. അങ്ങനെയല്ല, ഇതൊന്നും ഉദ്ദേശിച്ചത്ര എക്സ്പെൻസീവ് ഒന്നുമല്ല. ചൈനയിൽ നമ്മൾ ഡയറക്റ്റ് കൊണ്ടുവന്ന. ഇവിടെയൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. ഇതിപ്പോൾ ഒരു R8 സ്റ്റൈലല്ലേ, ഇത് നമുക്ക് ഇവിടെ സ്ക്വയർ RS7 ഒക്കെ പോലെ ചെയ്യാം. അതുപോലെ ഇവിടെ ഇതിപ്പോൾ വെറ്റ് കാർബൺ, ഡ്രൈ കാർബൺ, മാറ്റ് ഫിനിഷിലേക്ക് വരുത്താം. അതുപോലെ പാഡൽ ഷിഫ്റ്റേഴ്സിൻ്റെ കളേഴ്സ് കസ്റ്റമൈസ് ചെയ്യാം. മൊത്തം കസ്റ്റമൈസ് ചെയ്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് അയപ്പിക്കാം. ആൻഡ് ഇതെനിക്ക് പേഴ്സണലി ഡ്രൈ കാർബൺ ആണെന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നി. അല്ലെങ്കിൽ ഇവിടെ കാർബൺ ഭയങ്കര സ്റ്റിക്കിയർ, ഇവിടെ മാത്രമേ പിടിക്കാൻ തോന്നുള്ളൂ. ഇവിടെ പിടിക്കുമ്പോൾ ഇങ്ങോട്ട് പിടിക്കാൻ തോന്നും. പിന്നെ എസ്പെഷ്യലി ഈ പർട്ടിക്കുലർ B9 A4 ഇന്റീരിയർ ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക്കാണ്. ഇത് 2017 മോഡൽ കാറാണ്. 2017 ഏത് ബെൻസും BMW ഇത്രയും ഫ്യൂച്ചറിസ്റ്റിക് അല്ലെങ്കിൽ ടൈംലെസ് ഡിസൈനുള്ള ഇന്റീരിയർ. ഇപ്പോഴും ഇത് ഡേറ്റഡ് ഔട്ട്ഡേറ്റഡ് ആയിട്ടില്ല. പക്ഷെ 2017 ബാക്കി വണ്ടികളൊക്കെ കുറച്ച് പഴകിയ ഫീൽ വരും. കാരണം ഒത്തിരി വ്യത്യാസങ്ങൾ പിന്നീട് ബെൻസും BMW കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ടാവും മേ ബി ഓടി ഇപ്പോൾ ഈ ഒരു സെയിം ലേ ഔട്ടിൽ തന്നെ സ്റ്റിൽ A4 ഇപ്പോൾ ഇറക്കുന്നത്. യു ക്യാൻ സീ ഇത് ഫുൾ TFT ഡിസ്പ്ലേ. ഇതിൽ ഇപ്പം RS4 തീമാണ്. ഇതിലും നമ്മൾ OBD11 ട്വീക്സ് ചെയ്ത് ഇന്റീരിയർ കുറച്ച് മാറ്റിയിട്ടുണ്ട്. ഈ സ്റ്റിയറിങ്ങും ഈ കോക്പിറ്റും ഇപ്പോൾ ശരിക്കും ഒരു R8 ഫീൽ ഉണ്ട് കേട്ടോ. ഇന്റീരിയർ ഇസ് ടു ഡാം ഗുഡ്. ടൈംലെസ് ഡിസൈൻ. ഇൻ സ്റ്റോക്ക് ഇറ്റ്സ് പ്രൊഡ്യൂസിങ് അറൌണ്ട് 190 HP. ഇതിൽ സാധാ ഒരു 2 ലിറ്റർ TDI അല്ല, CR177 ടർബോയോ അല്ല, ഇച്ചിരി വലുതാണ് ടർബോയൊക്കെ. സോ ഇറ്റ് ഈസ് ആക്ച്വലി ക്വിക്ക്. പക്ഷേ നമ്മൾ ഈ ജെറ്റ് ഒക്ടാവിയോ ഒക്കെ ട്യൂൺ ചെയ്യുമ്പോൾ അത് പോകുന്ന പോലെ അല്ല ഇത് പോകുന്നത്. കാരണം ഇറ്റ്സ് ലോട്ട് മോർ ഹെവിയർ. പിന്നെ ഒരൊറ്റ കുഴപ്പമുള്ളൂ, ഫ്രണ്ട് വീൽ ഡ്രൈവിലാണ് ഇത് ഈവൻ A6 പോലും വരുന്നത്. റിയൽ വീൽ ഡ്രൈവ് അല്ല. പിന്നെ ഉള്ളത് A6 3 ലിറ്റർ ഒക്കെ ക്വാർട്ടർ വരുന്നുണ്ട്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു പോരായ്മ മാത്രമേ ഉള്ളൂ, പെർഫോമൻസ് സൈഡിൽ തോന്നിയിട്ടുള്ളൂ. അതേഴ്സ് ഓഡി, ഫോക്സ്വാഗൻ ഗ്രൂപ്പ്സിന്റെ ഡീസൽ എഞ്ചിൻസ് ഐ ലവ് ദ. ഭയങ്കര 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 രസമുള്ള പുള്ള. അതിൻ്റെ പുള്ളി അങ്ങ് നോക്കോളും. ടു ഗുഡ്. നല്ല രസമാട്ടോ. പെട്ടെന്ന് കാലെടുത്തൊക്കെ പോകുമ്പോൾ ഡീസലാന്ന് മറന്നു പോകും. സോ നമ്മൾ റീല് ഷൂട്ട് ചെയ്യാനായിട്ട് ലൊക്കേഷൻ ഹണ്ട് ചെയ്ത് പോവാ. ഇടയ്ക്ക് വരുന്നൊരു സ്ഥലം തന്നെയാണ് അത്. ഇതിൻ്റെ വേറൊരു സൈഡിലോട്ട് പോകണേ. അപ്പോൾ ഈ 2 ലിറ്റർ TDI പറ്റി എന്തൊക്കെ പറയണമെന്ന് ആലോചിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുക. സോ ഈ പർട്ടിക്കുലർ 2 ലിറ്റർ TDI ജെറ്റയിലും A3 വരുന്ന, പസാറ്റിലൊന്നും വരുന്ന നോർമൽ 2 ലിറ്റർ TDI അല്ല. ഇതിൻ്റെ എഞ്ചിൻ്റെ പ്ലേസ്മെൻറ്റ് വ്യത്യാസമുണ്ട്. ഇതിൽ വരുന്ന 2 ലിറ്റർ TDI ആണ് the most powerful version of the 2 ലിറ്റർ TDI which is available in India. കാരണം സ്റ്റോക്കിൽ 190 HP ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് അത് തന്നെയല്ല,
ഈ ഒരു A4 3 സീരീസ് C ക്ലാസ് പോലത്തെ പ്രീമിയം എൻട്രി ലെവൽ പ്രീമിയം കാറിൽ ഏറ്റവും റിലയബിൾ ഡീസൽ 2 ലിറ്റർ എഞ്ചിനും കൂടെയാണ് ഓഡിയിലുള്ള ഈ എഞ്ചിൻ. ബിഹൈൻഡ് ദ സീൻ ഓഫ് എ ഷൂട്ട്. നിങ്ങൾ ഈ കാണുന്ന 1 മിനിറ്റ് റീലിൻ്റെ പുറകിൽ വലിയ ബുദ്ധിമുട്ടുണ്ട്. പറഞ്ഞാൽ ഈ വ്ളോഗ് 30 മിനിറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിലും യൂട്യൂബ് വീഡിയോ അൺഫിൽറ്റേർഡ് ആയതുകൊണ്ട് സത്യം പറഞ്ഞാൽ കുറച്ചുകൂടെ എളുപ്പമാണ്. ആദ്യത്തെ ക്ലീൻ ചെയ്യുക. ക്ലീനായോ? ഈ ഡീസൽ എക്സോസ്റ്റ് ചെയ്യുമ്പം ഉള്ളൊരു ചലഞ്ച്, ചെറിയ രീതിയിൽ പുക ഇങ്ങനെ ബാക്കിൽ പിടിക്കും. എൻ്റെ പോളോയിൽ ആ സ്റ്റേജ് 2 മാപ്പിന് ശേഷം സിൽവർ വണ്ടി ഗ്രേ ആവും കുറച്ച് കഴിയുമ്പോൾ. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഡീസൽ എഞ്ചിൻസിൽ പ്രത്യേകിച്ച് എക്സോസ്റ്റ് ചെയ്ത വണ്ടിയിലൊക്കെ ഈ കമ്പഷൻ നടക്കുന്ന സമയത്ത് മാത്രമേ സൗണ്ട് പുറത്തോട്ട് വരുന്നുള്ളൂ. നമ്മൾ എക്സോസ്റ്റിൽ നിന്ന് ത്രോട്ടിൽ നിന്ന് കാലെടുക്കുമ്പോൾ തന്നെ ആ സൗണ്ട് അങ്ങ് ഇല്ലാണ്ടാവും. അത് ബേസിക്കലി പെട്രോൾ വണ്ടിക്ക് അങ്ങനെയല്ല. ഡീസൽ വണ്ടിക്ക് കമ്പഷൻ നടക്കുമ്പോൾ മാത്രമാണ് ആ സൗണ്ട് വരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ആ സൗണ്ട് അങ്ങ് കട്ടാവും. പക്ഷേ പെട്രോൾ വണ്ടി ഈവൻ ആഫ്റ്റർ ത്രോട്ടിൽ തിരിച്ചെടുത്തു കഴിഞ്ഞാലും കമ്പഷൻ ഈസ് ഹാപ്പനിങ്. ദാറ്റ് ഇസ് എ തിങ്. ആ വണ്ടി പോട്ടെ. കൊള്ളാലേ? ദിസ് പെർട്ടിക്കുലർ കാർ ആൻഡ് ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്ത എല്ലാ വണ്ടികളും ഇസ് മോർ ലീൻ ടുവേർഡ്സ് കംഫർട്ട് ആൻഡ് ലക്ഷറി. സോ ഇഫ് യു ആർ ഗെറ്റിംഗ് എ ഗുഡ് ഓക്കെ ഹെവി ലക്ഷറിയസ് കാർ തന്നെയാണ് സ്റ്റിൽ. ലോറിംഗ് സ്പ്രിങ്സ് ഇട്ട് വണ്ടി ഒന്ന് താന്നിട്ട് എ ലിറ്റിൽ ബിറ്റ് ഓഫ് മോർ എന്താ വിത്ത് എ ലിറ്റിൽ ബിറ്റ് ഓഫ് മോർ എന്തൂസിയാസം. സോ ഡൺ വിത്ത് വീഡിയോ. ആ റീൽ ഒരു 1 മിനിറ്റ് റീൽ എടുക്കാനാണ് ഏറ്റവും പാട്. ഈ 30 മിനിറ്റ്സ് വ്ളോഗ് എടുക്കാൻ അത്രയും പാടില്ല. സോ ഞാൻ കണ്ടന്റിന് ക്ഷാമം വന്നപ്പം വിളിച്ചു വരുത്തിയ വണ്ടിയാണ്. പക്ഷേ ഈ വണ്ടിയിൽ ഒത്തിരി കണ്ടന്റ് ഉണ്ട്. ഞാൻ ഈ പെർട്ടിക്കുലർ വണ്ടീനെ പറ്റിയല്ല പറഞ്ഞത്. ഞാൻ ബേസിക്കലി ഒരു യൂസ്ഡ് അതർ സ്റ്റേറ്റ് ലോ ഡ്രിവൺ അല്ലെങ്കിൽ അതർ സ്റ്റേറ്റ് പ്രീമിയം ലോ ഡ്രിവൺ ആവണമെന്നില്ല, നമുക്കൊരു ഗുഡ് ഡീൽ കിട്ടി ഒരു നല്ല വണ്ടിക്ക്. 3 സീരീസ് ആവാം, E ക്ലാസ് ആവാം, C ക്ലാസ് ആവാം, 5 സീരീസ് ആവാം. ഇതിനെല്ലാം ഒരു സ്റ്റാർട്ടർ പാക്ക് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാം? ഡീസൽ, പെട്രോൾ, എനിത്തിങ്. ഞാൻ പെർട്ടിക്കുലർലി ഡീസൽ എഞ്ചിൻസിനെ പറ്റിയാണ്. ഡീസൽ എഞ്ചിൻസ് മാപ്പ് ഇടാം. ഡീസൽ എഞ്ചിൻസ് ആർ വെരി പവർഫുൾ, വെരി കേപ്പബിൾ. ഇൻ ദിസ് കേസ് ഒരു 30% പവർ ബമ്പുണ്ട്. പിന്നെ പവർ മാത്രമല്ല, എസ്തെറ്റിക്കലി നമുക്ക് കുറേ പ്ലേ അറൗണ്ട് ചെയ്യാം. ഇതിന് ഏറ്റവും കൂടുതൽ കാശ് മുടക്ക് വരുന്നതിൻ്റെ മെയിൻ്റനൻസാണ്. അപ്പം യു വിൽ ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് പാർട്ട് ഇസ് ക്ലിയർ. അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. പിന്നെ ചെറിയ രീതിയിൽ ഈ സ്പോയിലറും ഡിഫ്യൂസറും ഫുൾ സിസ്റ്റം എക്സോസ്റ്റ് ചെയ്തിട്ട് ഡ്യുവൽ എക്സിറ്റ് ഡ്യുവൽ ടിപ്പ്, അതുപോലെ ചെറിയ ചെറിയ ബിറ്റ്സ് ഒക്കെ അതത്യാവശ്യം ചീപ്പായിട്ട് നമുക്ക് ചെയ്യാം. നമുക്ക് നമ്മുടെ ടേസ്റ്റ്ഫുൾ മോഡിഫിക്കേഷൻസ് എല്ലാം കാഴ്ചവെക്കാം. അങ്ങനെ ഈ വണ്ടിയിൽ പ്രത്യേകിച്ച് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൂ. 19-inch വീൽസ് ആൻഡ് ലോവറിംഗ് ഐബാക്കിൻ്റെ പ്രോക്കറ്റ് ലോവറിംഗ് സ്പ്രിങ്സ്. ഫ്രണ്ടിൽ നിന്ന് ഗ്രില്ല് മാറ്റിയിട്ടുണ്ട്, അല്ലാണ്ട് ഒന്നും ചെയ്തിട്ടില്ല. അത്രയൊക്കെ ആവശ്യമുള്ളൂ. ഇത്രയും ചെയ്താൽ മതി. നിങ്ങളുടെ വണ്ടിയുടെ ക്യാരക്ടർ മാറും. അതുപോലെ അതിൻ്റെ കൂടെ മാപ്പും കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്കും ഓവറോൾ ഈ കംഫർട്ട് ആൻഡ് ലക്ഷറിയസ് വണ്ടി കുറച്ചുകൂടെ സ്പോർട്ടിയർ ആവും. പിന്നെ ഈ F10 കൺവേർഷൻ, F10 എടുത്തിട്ട് ഉള്ള കൺവേർഷനും 3 സീരീസ് എടുത്തിട്ടുള്ള കൺവേർഷനൊക്കെ ചെയ്യുമ്പം അത് ചെയ്യേണ്ടെന്നല്ല, അത് ചെയ്യുമ്പം ഇതുപോലെ എൻജിൻ സൈഡ്, പെർഫോമൻസ് സൈഡ്, ഹാൻഡ്ലിംഗ് സൈഡ് ഇങ്ങടെ ശ്രദ്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി ഓവറോൾ ഓടിക്കാൻ രസമാവും. പക്ഷെ അതിനൊക്കെ മുന്നേ ഇതിൻ്റെ അത് പൈസ മുടക്ക് വരുന്നത് എന്തിനാണെന്നറിയാലോ? മെയിൻ്റനൻസ് പാർട്ടാണ്. യു വിൽ ഹാവ് ടു മേക്ക് ഷുവർ ഒരു നല്ല വണ്ടി മേടിക്കാൻ ആദ്യം ശ്രമിക്കുക മാക്സിമം. അത് ഫസ്റ്റ് തിങ്. പിന്നെ മേടിച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ എഞ്ചിനോട്ട് കൂടുതൽ പവർ പുഷ് ചെയ്യാനുള്ള പരിപാടി ഉണ്ടെങ്കിൽ അതിന് മുന്നേ ഈ മെയിൻ്റനൻസ് പാർട്ട് ക്ലിയർ ആക്കുക, അല്ലെങ്കിൽ മൊത്തത്തിൽ പണിയാവും. ടുഡേ വി ആർ വൈൻഡിങ് അപ്പ് ദ ഡേ. എൻ്റെ പോളോ അവിടെ ഇഞ്ചക്ടർ ശരിയാക്കാനായിട്ട് കിടക്കുക, കഴിഞ്ഞില്ല. നാളെ കിട്ടുമെന്നാണ് പറയുന്നത്. മിനിങ്ങാന്ന് കൊടുത്താൽ നാളെ കിട്ടുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. സോ ആ പ്രതീക്ഷയുമായി ഞാൻ പോകുന്നു. ഓക്കെ, അണ്ടിൽ നെക്സ്റ്റ് ടൈം, ബൈ.